ഹായ് ഫ്രണ്ട്സ്, വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു ജെ എം ജേണി. ആദ്യം ഒരു തീ കത്തിച്ചു, അത് കാട്ടുതീയായിരുന്നു. അതിനുശേഷം അതൊക്കെ ഒന്ന് ഒതുങ്ങി. പല ആളുകളും വെള്ളം ഒഴിച്ച് കെടുത്താനൊക്കെ നോക്കി, പക്ഷെ കനല് അടങ്ങിയില്ല, അതിങ്ങനെ എരിഞ്ഞുകൊണ്ടേയിരുന്നു. അതിനുശേഷം ഒരു കത്തിക്കൽ കത്തിച്ചു. പിന്നെ കനലാവേണ്ടി വന്നിട്ടില്ല. എത്ര വെള്ളം ഒഴിച്ചിട്ടും പെട്രോൾ ഒഴിച്ച് കത്തുന്ന പോലെ ഇങ്ങനെ ആളി പടർന്നുകൊണ്ടിരിക്കുകയാണ് എമ്പുരാൻ എന്ന് പറഞ്ഞ സിനിമ. അങ്ങനെ ഇപ്പോ ഒരു 10 മിനിറ്റ് മുമ്പ് തേടി പിടിച്ചു നടന്ന കാത്തിരുന്ന ആകാംക്ഷയോടെ കാത്തിരുന്ന ആ അപ്ഡേറ്റ് വന്നിരിക്കുകയാണ്. എമ്പുരാന്റെ ട്രെയിലർ എപ്പോ വരും എന്ന് വരുന്ന ചോദ്യത്തിന് ഒരു മറുപടി ആയിട്ടുണ്ട്. ആൻഡ് തന്ന ഡേറ്റ് ഭയങ്കര രസമായിട്ട്. ഓൺലൈൻ ട്രെയിലർ റിലീസ് 20/3/2025 1:08 PM ഉച്ചക്ക് 1:08 സാധനം വരുന്ന പറഞ്ഞിട്ടുള്ളത്. 20-ാം തീയതി, ഇന്ന് ഓൾറെഡി 19, നാളെ ഉച്ചക്ക് 1:08. അപ്പൊ ട്രെയിലർ ഞാൻ 18-ാം തീയതി കേട്ടോ, 19-ാം തീയതിയാണ്. പൊളി. ഇനി ഇതിലെ ഡേറ്റിന്റെ ഒരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഡേറ്റ് എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല. പക്ഷെ ഞാൻ എവിടെയോ ഒരു പോസ്റ്റ് ലാലേട്ടൻ ഫാൻ പേജിലാണോ എനിക്ക് ഓർമ്മയില്ല, പറഞ്ഞത് ഇതേ 20-ാം തീയതിയാണ് ഉച്ചക്കാണ് ലൂസിഫറിന്റെ ട്രെയിലർ റിലീസ് ആയിരുന്നത് എന്നുള്ളതാണ്. അപ്പൊ അത് പ്ലാൻ ചെയ്തിട്ട് പക്കാ പ്ലാനിങ് ആണ് പൃഥ്വി. ഇതുപോലെ തലേ ദിവസം അനൗൺസ് ചെയ്യുന്നു, അടുത്ത ദിവസം ഉച്ചയ്ക്ക് ഇറക്കി വിടുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് കേട്ടു. അത് കറക്റ്റ് 20-ആണോ 21-ആണോ എന്ന് എനിക്ക് ഒരു ചെറിയ കൺഫ്യൂഷൻ ഉണ്ട്. അറിയുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമന്റ് രേഖപ്പെടുത്തുക. 20-ാം തീയതി ആയിരുന്നോ? ടൈം ഇതേപോലെ 1:08 ആയിരുന്നോ? ആണെങ്കിൽ പൃഥ്വി ഭയങ്കര പ്ലാൻ ചെയ്തിട്ടാണ് കാത്തിരുന്നത്. ട്രെയിലർ ആരും അത് ആദ്യം ശ്രദ്ധിച്ചിരുന്നില്ല. പക്ഷെ പിന്നെ ലേറ്റ് കുറെ വന്നപ്പോൾ ആളുകൾക്ക് വളരെ പ്രതീക്ഷയോടെ ഇങ്ങനെ പറയാൻ തുടങ്ങി. ലൂസിഫർ ഇറങ്ങിയപ്പോൾ 20-ാം തീയതി ഇറക്കാനുള്ള പ്ലാൻ ആണെന്നൊക്കെ. ഇപ്പൊ 20-ാം തീയതി ആണോ അല്ലേ എന്നുള്ളത് അറിയുന്നവരൊന്ന് കമന്റ് രേഖപ്പെടുത്തുക. അപ്പൊ നാളെ വ്യാഴാഴ്ച 1:08 നമ്മൾ കാത്തിരുന്ന യമണ്ടൻ ഈ സാധനം റിലീസാവും. ഞാൻ ഇതിന്റെ ഒരു സ്ഥലം നോക്കണം കേട്ടോ. ഇത് കൂടുതലും ഇതിൽ കാണിച്ചു തന്നിട്ടുള്ളത്, അതായത് ഈ എമ്പുരാന്റെ ടീസർ വന്നപ്പോഴാണെങ്കിലും ഇതിന്റെ ഫോട്ടോസ് വരാനായിട്ട് ഏറ്റവും കൂടുതൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു ജാക്കറ്റ് ഇട്ടിട്ടുള്ള ഈ ഒരു ഫോട്ടോ ആണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ ഇതിൽ പറഞ്ഞ പോലെ ആദ്യം ഒരു ഏകദേശം 30 മിനിറ്റോളം ഹിന്ദിയാണ് സംസാരിക്കുന്നത് ഇതിലെ ക്യാരക്ടേഴ്സ്. കാരണം അതുമായി ബന്ധപ്പെട്ടുള്ള കുറെ കാര്യങ്ങളാണ്. ആ നാടടപ്പ് ഹിന്ദി. സബ് ടൈറ്റിൽസ് ഉണ്ടാവുമെന്ന് വിശ്വസിക്കാം, ഉണ്ടാവുമായിരിക്കും. മലയാളവും ഇംഗ്ലീഷും ഒക്കെ ഉണ്ടാവുമായിരിക്കും. അപ്പോൾ ആ 30 മിനിറ്റോളം ഇങ്ങനെയാണ് പറഞ്ഞത്. അപ്പൊ ഈ നടക്കുന്ന മൊത്തം അതുമായിട്ട് ബന്ധപ്പെട്ട കുറെ സ്ഥലങ്ങളിലാണ്. അതുപോലെ ഈ നമ്മുടെ എബ്രഹാം ഖുറൈശി, അല്ലെങ്കിൽ ഖുറൈശി എബ്രഹാം, അദ്ദേഹത്തിനെ കാണിക്കുന്നത് കൂടുതലായിട്ടും ഈ ഒരു വേഷത്തിലാണ്. അപ്പോൾ ഇവിടെ എന്തൊക്കെയോ നടക്കുന്നുണ്ട്. ഈ ശരിക്കും നമ്മൾ ടീച്ചറിൽ കണ്ടിട്ടുള്ള പോലെ കുറെ എന്താ പറയാ, നമ്മുടെ ഹെലികോപ്റ്ററുകൾ വരുന്നു, കുറെ തീയും പുകയും മിസൈലൊക്കെ പോന്നു, ബോംബ് പൊട്ടുന്നു, ആകെ തീ കത്തുന്നു, പുക പടലം, അങ്ങനത്തെ ഒരു സംഭവം കണ്ടിരുന്നല്ലോ. അത് കൂടുതൽ നടക്കുന്നത് ഏകദേശം 10-15 മിനിറ്റ് നേരത്തോളം, അല്ലെങ്കിൽ ഒരു 10 മിനിറ്റ് നേരത്തിലുള്ള ഒരു വിഷ്വൽസ് ഇവിടെ ആയിരിക്കും. അത് നടന്നതിന് ശേഷം ആ സ്ഥലങ്ങൾ, ഇതിപ്പോ ഇദ്ദേഹം എന്ന് പറയുന്നത് പണ്ട് നമ്മൾ ഗോവർദ്ധൻ പറഞ്ഞ പോലെ, അല്ലെങ്കിൽ ഇന്ദ്രജിത്തിന്റെ ക്യാരക്ടർ പറഞ്ഞ പോലെ, ഈ യുദ്ധമൊക്കെ നടന്നതിന് ശേഷമുള്ള സ്ഥലങ്ങളൊക്കെ അടങ്കലിനടുത്ത് അവിടെ ഏറ്റെടുത്തിരുന്നു എന്നൊക്കെയാണ് നമ്മൾ എടുത്തത്, പുനഃസ്ഥാപിക്കാൻ ശ്രമിച്ചിരുന്നു എന്നൊക്കെയാണല്ലോ പറഞ്ഞു കേട്ടിരുന്നത്. അപ്പൊ അത്തരത്തിൽ അതിന്റെ ഭാഗമായിട്ട് നോക്കുന്നതാണോ, അല്ല ഇദ്ദേഹം തന്നെയാണോ അവിടെ യുദ്ധം കണ്ടക്ട് ചെയ്തിട്ടുള്ളത്, അതോ ഇദ്ദേഹം അതിന് ശേഷം എല്ലാം അറിഞ്ഞ് പണി കൊടുക്കാനുള്ള തീരുമാനമാണോ, ഒന്നും അറിയില്ല. ഈ കാണുന്നതൊക്കെ തീയും പുകയും കാര്യങ്ങളും നമ്മൾ കാണുന്നുണ്ട്. ഇപ്പൊ ഇന്ന് ഐമാക്സിന്റെ ഒരു പോസ്റ്റർ വന്ന സമയത്ത് അതില് കുറെ ടയർ ഇങ്ങനെ കത്തിപ്പോകുന്നു, അവിടെയൊക്കെ തീയും പുകയും പരിപാടികളാണ്. എന്തോ വലിയ യുദ്ധം നടന്നതിന് ശേഷമുള്ള ഒരു അറ്റ്മോസ്ഫിയർ ആണ് ഇവർ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പൊ അതിൽ നിന്നുള്ള ഒരു പോസ്റ്ററിനെയാണ് ഇവിടെയും തന്നിട്ടുള്ളത്. എന്തായാലും ഏതൊരു ബിൽഡിംഗിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങി വരുന്ന സംഭവം, ബിൽഡിംഗ് ആണോ അവിടുത്തെ പ്രധാനപ്പെട്ട വേറെ എന്തെങ്കിലും സ്ഥലമാണെന്ന് അറിയില്ല. മിക്കവാറും അത് പ്രധാനപ്പെട്ട എന്തെങ്കിലും ആയിരിക്കും, അവിടുത്തെ നിയമപരമായിട്ടുള്ള എന്തെങ്കിലും സംഭവങ്ങളോ, അല്ലെങ്കിൽ അവിടുത്തെ ഏറ്റവും വലിയ ആളുകളുടെ എന്തെങ്കിലും ബംഗ്ലാവ് പോലുള്ള സ്ഥലങ്ങളോ ഒക്കെ ആയിരിക്കാം. ഒരു പക്ഷേ നിയമമായിട്ട് ബന്ധപ്പെട്ടുള്ള എന്തെങ്കിലും ആവാനാണ് സാധ്യത. അപ്പൊ അവിടുന്ന് ഇറങ്ങി വരുന്നതായിട്ട് കാണുന്നത്. എന്തായാലും കൂടുതൽ അതിന്റെ ഡീറ്റെയിലേക്ക് പോകേണ്ട ആവശ്യമില്ല. കാരണം നാളെ 20-ാം തീയതി 1 മണിക്ക് 1:08 നമ്മൾ കാത്തിരുന്ന ട്രെയിലർ അവര് തരും. ട്രെയിലർ റിലീസ് തന്നെയാണ്, ഓൺലൈൻ ട്രെയിലർ റിലീസ് ആണ് കൊടുത്തിട്ടുള്ളത്. അപ്പോ അതിനൊരു വിരാമമായിട്ടുണ്ട്. അപ്പൊ മിക്കവാറും നാളെ യൂട്യൂബ് ഒക്കെ നിന്ന് കത്തും. നമ്മൾ പറയുന്ന പോലെ മൊത്തത്തിലൊരു തീയും പുകയൊക്കെ ആയിരിക്കും. എത്ര വ്യൂ പോകും, എത്ര റെക്കോർഡുകൾ ഇടും എന്നൊക്കെ ഉള്ളത് നമുക്ക് കണ്ടറിയാം. ഇതിന്റെ കൂട്ടത്തിൽ പറയാനുള്ള ഇന്ന് തന്നെ വന്നിട്ടുള്ള 8 days to go എന്ന് പറഞ്ഞിട്ടൊരു സാധനം വന്നിട്ടുണ്ടായിരുന്നു. പൃഥ്വിരാജിന്റെ ഒരു പോസ്റ്റർ ആയിരുന്നു, അതും നമ്മളിവിടെ വെച്ചിട്ടുണ്ട്. ആൻഡ് ഇവിടെ പൃഥ്വിരാജുമായിട്ട് ബന്ധപ്പെട്ട് പല കാര്യങ്ങൾ പറയുമ്പോഴും, അല്ലെങ്കിൽ ഈ പോസ്റ്ററായിട്ട് ബന്ധപ്പെട്ട് പറയുമ്പോഴൊക്കെ നമുക്ക് കാണിച്ചു തരുന്നത് നമ്മുടെ അദ്ദേഹത്തിന്റെ പേരെന്തായിരുന്നു, ആ വില്ലൻ ഉണ്ടല്ലോ, കന്നഡ തെലുങ്കോ, അദ്ദേഹത്തിനെയാണ്. ഇവിടെയും ആ 8 താഴെ ഇങ്ങനെ ഒരു കീറിപ്പറഞ്ഞൊരു കവാടത്തിലൂടെ വരുന്നതായിട്ട് കാണുന്ന അയാളെ തന്നെയാണ്. അയാൾ ഇങ്ങോട്ട് നടന്നു വരികയാണ്. അങ്ങോട്ട് പോവാണോ?
ഇങ്ങോട്ട് നടന്നു വരണോ അങ്ങോട്ട് പോകണോ? കാല് മുന്നോട്ടാണ് വെച്ചിട്ടുള്ളത്, അപ്പൊ ഇങ്ങോട്ട് വരുന്നതാണ് തോന്നുന്നു. എന്തായാലും അവിടെ കുറെ കാറും സംഭവങ്ങളൊക്കെ കത്തിച്ച് വെച്ചിട്ടുണ്ട്. ഈ ഷോളും കാര്യങ്ങളും കണ്ടിട്ട് എന്തായാലും അയാൾ തന്നെയാണ്. പിന്നെ കയ്യിൽ ആ ഒരു ഗണ്ണും കാണുന്നുണ്ട്, അല്ലെ ആ തോക്കും കാണുന്നുണ്ട്, ഡബിൾ ബാരൽ ഗണ്ണ് അല്ലെ, അപ്പൊ അതും കാണുന്നുണ്ട്. അപ്പോ പൃഥ്വിരാജിന്റെ കഥയിലെ പ്രധാന വില്ലൻ ഇയാൾ തന്നെ ആയിരിക്കും. ഇയാളായിരിക്കും പൃഥ്വിയുടെ കുടുംബത്തിനേക്ക് ഇല്ലാതാക്കുന്നതും പൃഥ്വിനെ ഒറ്റപ്പെടുത്തുന്നതും പൃഥ്വിനെ വേട്ടയാടുന്നതും ഒക്കെ അതിനുള്ള സാധ്യത കാണുന്നുണ്ട്. അപ്പോൾ മെയിൻ വില്ലൻ ഒരു വൺ ഓഫ് ദ മെയിൻ വില്ലൻ ഇയാളായിരിക്കും. മെയിൻ വില്ലൻ ഇയാളെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല, കാരണം എന്തോ ഒരു സർപ്രൈസ് ഒരു പരിപാടി എന്തായാലും അവർ ചെയ്തു വെച്ചിട്ടുണ്ട്. അയാളായിരിക്കും മെയിൻ വില്ലൻ എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഒരു പ്രധാനപ്പെട്ട സംഭവം എന്തായാലും പൃഥ്വിയായിട്ട് ബന്ധപ്പെട്ട ഫ്ലാഷ് ബാക്ക് കഥകൾ പറയുന്ന സമയത്ത് ഇയാൾ ഒരു മെയിൻ വില്ലൻ തന്നെയായിരിക്കും. അയാളെ ലാലേട്ടൻ തീർക്കും, എബ്രഹാം ഖുറൈശി തീർക്കും, നോ ഡൗട്ട്. അപ്പൊ അതിലൊന്നും ആർക്കും ഡൗട്ട് വേണ്ട. അപ്പൊ 8 days to go എന്ന് പറഞ്ഞിട്ടുള്ള പൃഥ്വിയുടെ ഫോട്ടോ നോക്കുകയാണെങ്കിൽ ഞാൻ ഇതിനു മുമ്പും അദ്ദേഹത്തിന്റെ ഒരു പോസ്റ്റർ റിവീൽ ചെയ്ത സമയത്ത്, അല്ലെങ്കിൽ ക്യാരക്ടർ പോസ്റ്റർ റിവീൽ ചെയ്ത സമയത്തും ഞാൻ പറഞ്ഞിരുന്നു, എനിക്ക് ടിയാനിലെ ഫ്ലാഷ് ബാക്ക് പറയുന്ന സമയത്തുള്ള ആ മ്യൂസിക് ഉണ്ടല്ലോ, ഹസ്ബി റബ്ബി ജല്ലല്ല എന്ന് പറഞ്ഞിട്ട് ആ സമയത്ത് ഇങ്ങനെ വരുന്ന സാധനം ഇതുപോലെ ബ്ലാക്ക് ഇതൊക്കെ ഇട്ടിട്ട് കുർത്തിയൊക്കെ ഇട്ടിട്ട് അതേ ലുക്കാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. മുടി ചീകി വെച്ചിരിക്കുന്ന സ്റ്റൈലാണെങ്കിലും താടിയാണെങ്കിലും ആ നോട്ടം ഒക്കെ എനിക്ക് ആ ഒരു സ്റ്റൈലാണ് ഫീൽ ചെയ്യുന്നത്. ആൻഡ് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു ലുക്കായിരുന്നു അത്. ടിയാനിൽ ആ ഒരു ഭയങ്കര രസമായിരുന്നു കാണാൻ, ഭയങ്കര സ്റ്റൈലിഷ് ആയിട്ട് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത്തരത്തിൽ ഒരു പ്രധാനപ്പെട്ട ഭാഗം എന്തായാലും നമുക്കിതിൽ കാണാം. സോ നാളെ 1/8 സ്റ്റേ ട്യൂൺ. ഞാനും വളരെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു, എന്തായിരിക്കും ഇവര് ഈ ട്രെയിലൂടെ തരാൻ പോവുക. ടീസറിൽ കണ്ടതിന് അപ്പുറത്തേക്ക് എന്തെങ്കിലും കിട്ടുമോ എന്നുള്ളതാണ് ആലോചിക്കുന്നത്. മാത്രമല്ല ടീസറിൽ നമുക്ക് ആ ബാക്ക്ഗ്രൗണ്ടിൽ കൊടുത്തിരുന്ന ഡയലോഗും കാര്യങ്ങളൊക്കെ ലൂസിഫറിലേതായിരുന്നു. അതിനപ്പുറത്തേക്ക് എന്തെങ്കിലും ഒരു ഐക്കോണിക് ആയിട്ടുള്ള ഒരു മെയിൻ സാധനം ലാലേട്ടന്റെ വായിന്ന് അങ്ങോട്ട് കിട്ടണമായിരുന്നു. അതിനൊരു വല്ലാത്തൊരു ത്വരയുണ്ട്. ഇനിയിപ്പോ ലാലേട്ടൻ അങ്ങനെ പറഞ്ഞിട്ടില്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് പൃഥ്വിയെങ്കിലും പറയുന്ന ഒരു മാസ് ഡയലോഗിന്റെ ഒരു സാധനമൊക്കെ ഉണ്ടെങ്കിൽ കിടലായിരിക്കും. പിന്നെ ഇതിൽ കാണിച്ചതിന് അപ്പുറത്തേക്ക് സ്റ്റീഫൻ നെടുമ്പള്ളിയുടെ ഒരു സാധനം കൂടെ കാണിച്ചാൽ മുന്നേ പിടിച്ചാൽ കിട്ടില്ല, അല്ലെങ്കിലേ പിടിച്ചാൽ കിട്ടില്ല. അതും കൂടിയാണെങ്കിൽ എവിടെ പോയി എത്തും എന്നുള്ളത് നാളെ നമുക്ക് കണ്ടറിയാം. സോ എന്നെ പോലെ വളരെ ആകാംക്ഷയോടെ ഈ ട്രെയിലറിന് വേണ്ടി കാത്തിരിക്കുന്നവർ തീർച്ചയായിട്ടും മറക്കാതെ കമന്റ് രേഖപ്പെടുത്തുക. അതുപോലെ ഈ ലൂസിഫറിന്റെ ട്രെയിലർ ഇതുപോലെ 20-ാം തീയതി ആയിരുന്നോ 1/8 തന്നെയായിരുന്നു വന്നിരുന്നത് എന്നുള്ളത് കൺഫേം ആയിട്ട് അറിയുന്ന ആളുകളുണ്ടെങ്കിൽ അതും കൂടെ കമന്റ് രേഖപ്പെടുത്തുമെന്ന് വിശ്വസിക്കുന്നു. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നത് വരെ